നമസ്കാരം. സംസ്ഥാനത്ത് പാൽവില കൂട്ടിയിരിക്കുന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. പശ്ചിമേഷ്യയിൽ പുതിയ സാഹചര്യങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇറാനുമേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നതായ വാർത്തകളും പുറത്തുവരുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കുമെന്നും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണയായി. പാൽവില കൂട്ടി കർഷകരെ സഹായിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം മേഖലാ യൂണിയൻ കഴിഞ്ഞ ദിവസം മിൽമ ആസ്ഥാനത്ത് പരസ്യ പ്രതിഷേധവും നടത്തിയിരുന്നു. മിൽമയുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് പാൽവില കൂട്ടാനുള്ള അനുമതി സർക്കാർ ഇന്നലെ നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ബോർഡ് യോഗം ചേർന്നതും വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും. അമേരിക്കയുടെ നാവിക ഉപരോധം മറികടക്കാൻ ഇറാന് 2 രക്ഷാമാർഗവുമായി പാകിസ്ഥാൻ. കടൽ മാർഗവും കരമാർഗവുമാണ് പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്നുള്ളതും അവിടേക്ക് പോകുന്നതുമായ കപ്പലുകളെയാണ് US നാവികസേന ഇറാന്റെ തീരക്കടലിനു പുറത്ത് തടയുന്ന സാഹചര്യത്തിൽ കപ്പലുകൾ ഇറാന്റെ തീരക്കടലിനു പുറത്തു പോകാതെ അവിടെ നിന്ന് പാക് തീരക്കടലിലൂടെ അറബിക്കടലിൽ എത്താനുള്ള സംവിധാനമാണ് പാക് അധികൃതർ വാഗ്ദാനം ചെയ്യുന്നത്. നാവിക ഉപരോധം സംബന്ധിച്ച രാജ്യാന്തര ധാരണകൾ അനുസരിച്ച് ഇത് അനുവദനീയമാണ്. കൂടാതെ ചരക്കുകൾ കരമാർഗം കൊണ്ടുപോകാൻ പാക് അധികൃതർ അതിർത്തി തുറന്നുകൊടുക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനുമായി 900 കിലോമീറ്റർ കര അതിർത്തിയാണ് പാകിസ്ഥാൻ പങ്കിടുന്നത്. ഉപരോധം മൂലം അവശ്യ ഭക്ഷ്യ സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ ഇത് ഇറാന് വലിയൊരു സഹായമാകും. ഇറാനെതിരായ യുദ്ധത്തിൽ US പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതായി സൂചന. ഇറാന്റെ മേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരിട്ടുള്ള സൈനിക ആക്രമണത്തെക്കാൾ ഇറാനെ തകർക്കാൻ നീണ്ട ഉപരോധത്തിന് സാധിക്കും എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കാണ് ഈ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദു. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധത്തിലൂടെ ഇറാന്റെ മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം ഓരോ ദിവസവും മുറുകുകയാണ്. ഉപരോധം ദീർഘകാലത്തേക്ക് നീട്ടുന്നതിലൂടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് മാറി ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന തന്ത്രപരമായ നീക്കമാണ് US ഇപ്പോൾ നടത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ സംയുക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നിയമവിരുദ്ധ നടപടികളെ സൗദി അറേബ്യയിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ യോഗം പ്രസ്താവനയിലൂടെ തള്ളി. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിതമായ യാത്രയ്ക്കായി ഫീസ് ഈടാക്കുന്നതിനോ എതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖത്തർ, ബഹ്റൈൻ ഭരണാധികാരികളും കുവൈത്ത് കിരീടാവകാശിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഉയർന്ന ഇന്ധനവില കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി ആഭ്യന്തര വിമാന കമ്പനികൾ. വിമാന ഇന്ധനവില നിയന്ത്രണം പരിഷ്കരിക്കണമെന്നും സാമ്പത്തിക പിന്തുണ വേണമെന്നും എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും കമ്പനികൾ പറയുന്നു. കമ്പനികൾക്ക് വേണ്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കൂടാനിടയാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വ്യോമപാതകളിലും തടസ്സം നേരിടുകയാണ്. രണ്ടും ചേർന്ന് കമ്പനികളുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി കൂട്ടി. ഇന്ധന ചെലവാണ് കമ്പനികളുടെ പ്രവർത്തന ചെലവിൽ 40%. ഈ സാഹചര്യത്തിൽ മുൻകാലങ്ങളിലെ പോലെ ഇന്ധനവില നിർണയ സംവിധാനം ആഭ്യന്തര അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെയാക്കണമെന്ന് FIA ആവശ്യപ്പെടുന്നു. വിമാന ഇന്ധനവില അനിശ്ചിതമായി കൂടുന്നത് വിമാന കമ്പനികൾക്ക് അപ്രതീക്ഷിത നഷ്ടം ഉണ്ടാക്കുന്നുവെന്നും കമ്പനികൾ പറയുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടന്ന് സുസ്ഥിരമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു.
E20 പെട്രോൾ ലക്ഷ്യം കൈവരിച്ചതിന് പിന്നാലെ പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനം അവതരിപ്പിക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇതിനായി വാഹന ഇന്ധന ചട്ടങ്ങളിൽ മാറ്റം വരുത്താനാണ് ശ്രമം. ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത ഇന്ധനം ഔദ്യോഗികമായി അവതരിപ്പിക്കാനാണ് ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറക്കുമതി കുറയ്ക്കുക, വിദേശ നാണ്യം ലാഭിക്കുക, പരിസ്ഥിതി സൗഹൃദ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് കേന്ദ്രത്തിന്റെ നടപടി. E85 അഥവാ 85% എഥനോൾ പെട്രോൾ മിശ്രിതം, E100 അഥവാ ശുദ്ധമായ എഥനോൾ എന്നീ ഇന്ധനങ്ങൾക്കായി റെഗുലേറ്ററി നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്തുക, പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ക്രൂഡ് ഓയിൽ വിതരണത്തിലുണ്ടായ തടസ്സവും വർദ്ധിച്ചുവരുന്ന ചെലവും കണക്കിലെടുത്ത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ 100% എഥനോളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ വാണിജ്യ ഉൽപാദനം യാഥാർത്ഥ്യമാക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഗതാഗത മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഉയർന്ന എഥനോൾ മിശ്രിതം പഴയ വാഹനങ്ങളുടെ കാര്യക്ഷമതയെയും മൈലേജിനെയും ബാധിക്കുമെന്ന ആശങ്കകളും വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒമാൻ പുറപ്പെടുവിച്ച പാസഞ്ചർ റൈറ്റ്സ് റെഗുലേഷൻ പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ട് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടാൽ യാത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾക്ക് നിയമപരമായ ബാധ്യതയില്ലെന്ന് റെഗുലേഷൻ വ്യക്തമാക്കുന്നു. കനത്ത മഴ, പ്രകൃതിക്ഷോഭങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, സുരക്ഷാ ഭീഷണികൾ എന്നിങ്ങനെ വിമാന കമ്പനികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാരണങ്ങളാൽ സംവിധാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ യാത്രക്കാർക്ക് പ്രത്യേക സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ല. വിമാനം റദ്ദാക്കുകയോ ദീർഘനേരം വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്ര തുടരാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. വിമാനം റദ്ദാക്കപ്പെട്ടാൽ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള സൗകര്യം കമ്പനികൾ ഉറപ്പാക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. കോഴിക്കോട്ടേക്കും തിരികെയും പ്രതിദിന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചു. 2026 മെയ് 1 മുതലാണ് ഈ സർവീസുകൾ നിലവിൽ വരുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 23 മുതൽ ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലേക്കും മെയ് 1 മുതൽ ഡമസ്കസിലേക്കും എയർലൈൻ സർവീസുകൾ പുനഃസ്ഥാപിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി 6 ഭൂഖണ്ഡങ്ങളിലെയും പ്രധാന റൂട്ടുകൾ പഴയപടിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2026 ഏപ്രിൽ 30-നോ അതിനു മുൻപോ എടുത്ത ടിക്കറ്റുകൾക്ക് ഒക്ടോബർ 31 വരെ സൗജന്യമായി തീയതി മാറ്റി നൽകും. ഉപയോഗിക്കാത്ത ടിക്കറ്റുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി റീഫണ്ട് ലഭിക്കുകയും ചെയ്യും. ദീർഘകാലമായി നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രത്യേക എഡിഷൻ പാസ്പോർട്ടുകളിൽ ഇനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം ഉൾപ്പെടുത്തും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വരുന്ന ജൂലൈയിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക പാസ്പോർട്ടുകൾ പുറത്തിറക്കുന്നത്. പാസ്പോർട്ടിന്റെ ഡിസൈനിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖയ്ക്ക് മുകളിൽ ട്രംപിന്റെ ഔദ്യോഗിക ചിത്രവും സ്വർണ്ണ നിറത്തിലുള്ള ഒപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരുടെ ചരിത്രപ്രധാനമായ ചിത്രവും ഇതിലുണ്ട്. അമേരിക്കയുടെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ഈ പ്രത്യേക ഡിസൈനുള്ള പാസ്പോർട്ടുകൾ പരിമിതമായ എണ്ണം മാത്രമായിരിക്കും ലഭ്യമാവുകയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. വാഷിംഗ്ടണിൽ നിന്ന് മാത്രമേ ഇവ ലഭിക്കുകയുള്ളൂ എന്നും ഇതിനായി അപേക്ഷകർ അധിക തുക നൽകേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഓൺലൈൻ പെർമിറ്റ് നടപ്പിലാക്കി അഡ്മിനിസ്ട്രേഷൻ. ദ്വീപിൽ നിന്നുള്ള സ്പോൺസേഴ്സും ഇനി മുതൽ ആവശ്യമില്ല. 1967 മുതലുള്ള വ്യവസ്ഥയാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. ദ്വീപ് സന്ദർശിക്കുന്നതിനാവശ്യമായ പ്രധാന രേഖയായിരുന്നു പോലീസ് ക്ലിയറൻസ്. ക്രിമിനൽ രേഖകളൊന്നുമില്ലെന്ന് താമസിക്കുന്ന പ്രദേശത്തെ പോലീസ് അധികാരികൾ ഉറപ്പാക്കി നൽകുന്നതാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. സന്ദർശിക്കാനുള്ള പെർമിറ്റ് ലഭിക്കുന്നതിന് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. സ്പോൺസർ ഒന്നുകിൽ ലക്ഷദ്വീപിലെ താമസക്കാരനോ സ്പോർട്സ് പോലെയുള്ള അംഗീകൃത സംഘടനയോ അല്ലെങ്കിൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്ററോ ആകാം എന്നായിരുന്നു. ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.